ശരിയായ നിയമമല്ല, ബാലാവകാശ നിയമമാണ് അതിന് മുകളിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. എന്താണ് കോടതി ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം? കാരണം എന്ന് പറഞ്ഞാൽ അലഹബാദിലൊരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പോലീസ് ഇടപെടുന്നു. പോലീസ് ഇടപെടുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനെ ആക്രമിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഈ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. പോലീസിനെ ആക്രമിക്കുന്ന സമയത്ത് എന്തായാലും കേസ് ഫയൽ ചെയ്യുമല്ലോ. അതെ, അപ്പോൾ ഈ ഈ ആ, 2 കേസായപ്പോൾ. ആ അപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് ഒരു ഹർജി സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലാണ് വിവാഹം നടത്താൻ ശ്രമിച്ചത്. വ്യക്തി നിയമപ്രകാരമാണ്. ഞങ്ങളുടെ മതപ്രകാരം ശരിയത്ത് നിയമമുണ്ട്. ആ ഒരു നിയമപ്രകാരം ഞങ്ങൾക്ക് 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം നടത്താൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ വെറുതെ വിടണം. ഈ കേസ് ഒഴിവാക്കണം എന്ന രീതിയിലാണ് ഹർജിയുമായി പോകുന്നത്. അപ്പോൾ കോടതി പറയുന്നൊരു കാര്യമാണ്, ഇവിടെ ബാലവിവാഹ നിരോധന നിയമം നിലനിൽക്കുന്നുണ്ട്. പോക്സോ ഉണ്ട്. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ഇങ്ങനെ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമമാണ്. അപ്പോൾ അതനുസരിച്ച് അത് അനുസൃതമായിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വ്യക്തി നിയമത്തെക്കാൾ മുകളിൽ. അപ്പോൾ കോടതി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ 16 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായും ഈ വിവാഹത്തിന്റെ ഭാഗമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഈ പെൺകുട്ടിക്ക് ഏർപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഏത് വകുപ്പാവും? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പോക്സോയുടെ വകുപ്പിലാണ് പെടുന്നത്. പോക്സോ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഋതുമതി എന്ന് പറയുമ്പോൾ ഇവര് ഋതുമതിയാവുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ ഇവർക്ക്. അപ്പോൾ അതല്ല, 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആരോടൊപ്പമാണോ ഏർപ്പെടുന്നത് അവർക്കെതിരെ പോക്സോ വരും. അത് ഇവിടുത്തെ നിയമമാണ്. അപ്പോൾ ഇത് കുടുംബക്കാര് ഒത്തുകൂടി നിന്ന് ഈ ഇത്തരം നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ നിയമങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു നിയമമുണ്ട്. ഞങ്ങളുടെ മതപ്രകാരം അത് കുഴപ്പമില്ലാത്ത വശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ നടപ്പിലാകില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ രാജ്യത്ത് അത് നടപ്പിലാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിയമത്തിന്റെ അപ്പുറത്തേക്കും ഓരോ രാജ്യത്തും നമ്മളുടേതായിട്ടുള്ള നിയമ വ്യവസ്ഥകൾ ഉണ്ടാവുമല്ലോ. ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം നടത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ 18 വയസ്സിന് മുൻപാണ് ഇത്തരത്തിൽ ബാലവിവാഹം ഈ രാജ്യത്ത് നടക്കുന്നത് എങ്കിൽ കൃത്യമായി അവിടെ പോലീസ് ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും. ആരാണ് ഇപ്പോൾ സാധാരണ അച്ഛൻ ഉണ്ടായിരിക്കും, അമ്മയുണ്ടായിരിക്കാം, കേസിലെ പ്രതികളാവുന്നത്. കല്യാണം കഴിക്കാനിരിക്കുന്ന ആളുണ്ടായിരിക്കും. ഇത് പലർക്കും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതങ്ങ് അലഹബാദിലല്ലേ? കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ബാലവിവാഹത്തിന്റെ ഇവിടെ ഒരു രീതിയുണ്ട്. അത് 15 വയസ്സ് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോതിരം ഇട്ട് നിർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, വിവാഹം ഉറപ്പിച്ചു വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ചിലരാണെങ്കിൽ 18 വയസ്സ് കാക്കാൻ നൽകും. അല്ലെങ്കിൽ ഈ +2 കഴിയുമ്പോഴേക്കും 18 ആയിട്ടില്ലെങ്കിൽ പോലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന രീതി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കാസർഗോഡ് മറ്റുമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. അത് ബാലവിവാഹമായിരുന്നു. ഒരുപാട് കേസുകളുണ്ട്. മലപ്പുറത്തൊക്കെ ഒരുപാട് ഇത്തരം കേസുകളൊക്കെ ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്യുകയും ഈ പറയുന്ന കല്യാണം കഴിച്ച ചെറുക്കൻ ഉൾപ്പെടെ ആ വീട്ടുകാരുൾപ്പെടെയൊക്കെ ജയിലിൽ പോകേണ്ടിയും വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇതിനകത്തില് ഇവര് വിശ്വസിക്കുന്നന്ന് പറയുന്നത് നമ്മുടെ മതപ്രകാരം ഇങ്ങനെ നടത്താം, കുഴപ്പമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് വിശ്വാസങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. സതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനെയാണ് എന്ന രീതിയിൽ ഒരു മതവിഭാഗം മുന്നോട്ട് വരികയും ഇനി മുതൽ വിവാഹം അല്ലെങ്കിൽ മരണപ്പെട്ട വിധവകളെല്ലാരെയും കൂടെ തീകുണ്ടത്തിലേക്ക് എറിയുകയാണെങ്കിൽ അത് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതൊന്നും പറ്റില്ല. ഓരോരുത്തരുടെയും മൗലിക അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ബാലവിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിനെ ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ നിയമത്തിന്റെ ചില ഇളവുകൾ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ മറ്റു പല രീതികളും ഇവിടെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതെ വരും. അപ്പോൾ അലഹബാദിൽ ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ നാളെ അലഹബാദിലായിരിക്കില്ല. ബാക്കിയുള്ളിടങ്ങളിലെല്ലാം ഇത് ഏറ്റവും എളുപ്പത്തിൽ നടക്കാൻ പറ്റും. എല്ലായിടത്തും ഈ 15 വയസ്സും 14 വയസ്സും ഉള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ, നമ്മുടെ മതപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എത്രയോ കുഞ്ഞുങ്ങളുടെ ജീവിതമായിരിക്കും പോകുന്നത്. അതെ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണത്തിനെടുക്കാം. സതി എന്ന് പറയുന്ന ആചാരം എങ്ങനെയാണ്? ആ ദുരാചാരമായിരുന്നു. അത് ആചാരമല്ല. കാരണം
സംഹിതയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതസംഹിതയ്ക്കകത്ത് ഇത് പറയുന്നതേയില്ല. ഉം. ഒരു സ്ഥലത്ത് പോലും സതി അനുഷ്ഠിക്കണം എന്ന് പറയുന്നില്ല. സതിക്ക് എതിരെ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടായിരുന്നു, അതിനെ തെറ്റായിട്ട് എഴുതി വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് എന്നുള്ളത് പിൽക്കാലത്ത് കൃത്യമായിട്ട് എടുത്ത് ഉദ്ധരിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സതി അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സതി എന്ന് പറയുന്ന സമ്പ്രദായമില്ല, അങ്ങനെയൊന്നും ഇല്ല. അതിനെ തെറ്റായിട്ട് എഴുതി വെച്ചിട്ട് തെറ്റായിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അതൊന്ന് അവിടെ നിൽക്കട്ടെ. അതിന് ഉദാഹരണം കൊടുക്കുക. ബ്രാഹ്മണോ ഭോജന പ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണൻ ആഹാര പ്രിയനായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെയല്ല. ബ്രാഹ്മണോ ഭോ ജനപ്രിയ, ജനപ്രിയനാണ് ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ ജനപ്രിയനായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ വിവക്ഷിക്കുന്ന കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ നിയമത്തിനകത്ത് അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ നിയമത്തിനകത്ത് ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാണ്, മതപ്രകാരം, നിയമപ്രകാരമല്ല. മറ്റത് ഇല്ലാത്ത കാര്യങ്ങളെ ആചരിക്കാൻ ശ്രമിക്കുന്നു. ഇത് മതപ്രകാരം ഇത് മതപ്രകാരം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിയമപ്രകാരം പറ്റില്ല അങ്ങനെ എന്നുള്ളത്. അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മൾ ഈ മത നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെ. 9 വയസ്സുള്ള അഫ്ഗാനിസ്ഥാനിൽ 9 വയസ്സിൽ കല്യാണം അത് ആയില്ല. 9 വയസ്സുള്ള കുട്ടികൾ ഗർഭിണിയായിട്ട് പൊതുനിരത്തിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10 വയസ്സുള്ള ആളുകളെ കല്യാണം കഴിപ്പിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടി പുസ്തകം പോലും എഴുതിയിട്ടുണ്ട്. തന്നെ ബാലവിവാഹം നടത്തി അതിൽ നിന്നും പൊരുതി പുറത്തു വന്ന ഒരു പെൺകുട്ടിയുടെ ബുക്ക് വരെയുണ്ട്. അപ്പൊ അങ്ങനെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടേക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ അത് ബോക്കോ ഹറാം എന്ന് പറയുന്ന ഭീകര സംഘടനയെ പറ്റി കേട്ടിട്ടില്ലേ? സുഡാനിലൊക്കെ ഉം. ഈ ഈ ചെയ്ത അവരെന്താണ് ചെയ്തത്? അവർ ഈ പറയുന്ന IS-ന്റെ ആഫ്രിക്കൻ വേർഷനാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തന്നെ ബോക്കോ ഹറാം ചെയ്തതെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുപോയി തടവിലാക്കി സ്കൂളുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. സ്കൂളിലല്ല നിങ്ങൾ പോകണം, നിങ്ങൾ ഞങ്ങളുടെ ലൈംഗിക അടിമകളായിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബോക്കോ ഹറാം പിടിച്ചുകൊണ്ട് പോയി ആയിരക്കണക്കിന് പെൺകുട്ടികളെ. അതിൽ ഒരുപാട് പേര് മരിച്ചുപോയി. കാരണം അവർക്കൊക്കെ പ്രായം 10നും 14നും ഇടയ്ക്കാണ്. ഈ കുട്ടികൾ ആയിരക്കണക്കിന് പേരെ കൊണ്ടുവന്ന് IS-ന്റെ മറ്റൊരു പേരായിട്ടുള്ള ബോക്കോ ഹറാം കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. താമസിപ്പിച്ചിട്ട് അവർ ലൈംഗിക അടിമകളാക്കി ഉപയോഗിക്കുന്നു, കച്ചവടം ചെയ്യുന്നു. ഇതൊക്കെയാണ് അവരുടെ അത്. ഈ കൺസെപ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അടിമച്ചരക്കാണ്, ഒരു വസ്തുവാണ്, ഒരു ഭോഗവസ്തു മാത്രമാണ്. അവർ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവർ മനുഷ്യരായിട്ട് പോലും കണക്കാക്കിയത്. ഇത് ഈ പറയുന്ന കൺസെപ്റ്റുകളുടെ മാത്രം കുഴപ്പമില്ല. അവർ ഈ പറയുന്ന യൂറോപ്പിൽ പോലും സ്ത്രീകൾ മനുഷ്യരായിരുന്നില്ല. മാൻ ആൻഡ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, സ്ത്രീ എന്ന് പറയുന്നത് മറ്റൊന്നുമാണ്. അവർക്ക് വോട്ടവകാശം പോലും കൊടുക്കണ്ട എന്ന് യൂറോപ്പിൽ പോലും ഒരു 1.5 നൂറ്റാണ്ട് മുമ്പുള്ള കഥയാണ് പറയുന്നത്. 1000 നൂറ്റാണ്ട് മുമ്പുള്ള അല്ല. അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിൽ ആദ്യത്തെ വുമൻസ് കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് ഇത് സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ്. സംസ്കാരം ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഇത്തരം സ്വഭാവങ്ങളുണ്ടായിരിക്കും. അവിടെ അടിമക്കച്ചവടം, ലൈംഗിക അടിമകളെ, സ്ത്രീയെ അങ്ങനെ കണ്ടിട്ടായിരിക്കും. എന്താ പറയുന്നത്, സ്ത്രീ ഇത് വെറും കൃഷി ഇറക്കാനുള്ള ഭൂമി മാത്രമാണ് എന്നല്ലേ പറയുന്നത്. അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഉള്ളവർക്ക് അവരെ മനുഷ്യരായിട്ടൊന്നും കാണാൻ കഴിയില്ല. അത് ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു കുഴപ്പമാണ്. സെമിറ്റിക് മതങ്ങൾ അങ്ങനെയേ കാണുകയുള്ളൂ, സ്ത്രീകളെ അങ്ങനെയാണ് കാണാറുള്ളത്. അവരുടെ ബേസിക് നേച്ചർ അതാണ്. സെമിറ്റിക് മതങ്ങൾ സ്ത്രീയെ കാണുന്നത് മൃഗങ്ങൾ, അതുപോലെ മനുഷ്യൻ, പിന്നെ മൂന്നാമതൊരു ജീവി, അങ്ങനെ ഒരു ജീവിയായിട്ടാണ് സ്ത്രീയെ കാണുന്നത്. സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഇന്ത്യയിൽ നടപ്പില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ല നിയമമുള്ളത്. ഇന്ത്യയിൽ ഇന്ത്യയുടേതായ നിയമമുണ്ട്. ഭരണഘടന അടിസ്ഥാന നിയമമായിട്ട് ഭരണഘടനയും അതിനെ തുടർന്ന് മറ്റുള്ള നിയമങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ഇതുപോലെ അഴി എണ്ണേണ്ടി വരും. കോടതി പറയും നിങ്ങളുടെ നിയമമല്ല, ഞങ്ങളുടെ ഇവിടുത്തെ നിയമമാണ് പ്രധാനം എന്ന് പറയേണ്ടി വരും. അത് ഒരു വാസ്തവം മാത്രമാണ്.